ഏറ്റവും ഉയർന്ന മൂല്യമുള്ളവരാണ്. അവരുടെ ഭഗവാനാണ് വിഷ്ണു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് കുറച്ച് മൂല്യം കുറഞ്ഞവരാണ്. ആദ്യത്തെ ഗ്രൂപ്പുകാർ സ്വർണത്തിന് സമം, രണ്ടാമത്തെ ഗ്രൂപ്പുകാർ സിൽവറിന് സമം, അതായത് വെള്ളിക്ക് സമം. അതാണ് രാജസന്മാർ, അവരെ ബ്രഹ്മന്മാരെന്ന് പറയുന്നു. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഇരുമ്പിന് സമമാണ്. നല്ല ശരീരബലമൊക്കെ ഉണ്ടാവും, ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. പക്ഷെ ആത്മീയ ബലം അവർക്ക് കുറവാണ്, അവരുടെ ബോധതലം വളരെ താഴെയാണ്. അപ്പം മൂന്നാമത്തെ കൂട്ടരാണ് താമസന്മാരെന്ന്. ഇവരെ ആത്മീയ ഭാഷയിലെന്ന് പറഞ്ഞാൽ അധമന്മാരെന്ന് പറയും, മ്ലേച്ഛന്മാരെന്ന് പറയും, അങ്ങനെ പല ഭാഷയിൽ ആത്മീയതയിൽ പറയും. അപ്പോൾ ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അവരാണ് ശരിക്കുള്ള ഭക്തന്മാർ. അപ്പോൾ ഈ മൂന്നാമത്തെ കൂട്ടത്തിലുള്ളവരാണ് ഈ മൂല്യം കുറഞ്ഞവരാണ്, അവരെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയുന്നത്. അസുരന്മാരെ രാക്ഷസന്മാരുമുണ്ട്. അപ്പം നമുക്ക് നമ്മളിന്ന് അസുരന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ അസുരന്മാരെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് നമ്മൾ കാലഗണനത്തിലേക്ക് പോകണം. നമുക്കറിയാമല്ലേ, പ്രപഞ്ചം ഒരു തവണ ജനിക്കാൻ 1000 ചതുർയുഗങ്ങൾ വേണം. ഒരു ചതുർയുഗം എന്ന് പറയുന്നത് 12,000 വർഷമാണ്. അപ്പോൾ നമുക്ക് ഈ 12,000 വർഷത്തെ കണക്കൊന്നെടുക്കാം. ഇപ്പം ഈ കലിയുഗം തീരാൻ പോവാണ്. 4800 വർഷമാണ് കലിയുഗത്തിൻ്റെ ആയുസ്. അതിൻ്റെ പുറയിലുള്ളത് ദ്വാപരയുഗമാണ്, അതിന് 3600 വർഷമാണ്. അതിൻ്റെ പുറകിൽ ത്രേതായുഗമാണ്, 2600 വർഷമാണ്. അതിൻ്റെ മുന്നിൽ സത്യയുഗമാണ്, 1100 വർഷം. അപ്പോൾ നമുക്ക് 12,000 വർഷം പുറകെ പോകാം. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ യുഗത്തിലും അവതാരങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സത്യയുഗത്തിലാണ് അവതാരങ്ങളുടെ തുടക്കം. അത് വിഷ്ണു ഭഗവാന്റെ ദ്വാരപാലകന്മാരായിരുന്ന ജയനും വിജയനും, അവർ സനകാദി മഹർഷികൾ 4 ചെറിയ മുനിമാർ വന്ന് വിഷ്ണു ഭഗവാനെ കാണണമെന്ന് പറഞ്ഞപ്പം ഈ ജയവിജയന്മാരെന്ന് പറഞ്ഞ ദ്വാരപാലകന്മാർ അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. വളരെ കൂടുതൽ ഒരുപാട് പ്രാവശ്യം അവർ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളെ അകത്ത് കടത്തിവിടണം, വിഷ്ണു ഭഗവാനെ കാണാനാണ്. പക്ഷേ ജയവിജയന്മാരെന്ന് പറഞ്ഞ കാവൽക്കാർ അകത്ത് കടത്തിവിടില്ല. അപ്പോൾ അവർ ദേഷ്യപ്പെട്ട് ഇവരെ ശപിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത 3 യുഗത്തിൽ 3 ജന്മം എടുക്കുകയും നിങ്ങൾ അസുരന്മാരായി പിറക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അസുരന്മാരെ പിറക്കുമെന്ന് പറയാമല്ലോ, മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് ഒരുമാതിരി ക്രൂര സ്വഭാവത്തോട് ജീവിക്കുന്നവരെയാണ് ഈ അസുരന്മാരെന്നൊക്കെ കൂടുതലും നമ്മൾ പറയുന്നത്. അപ്പോൾ അസുരന്മാരെ ജനിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ കരഞ്ഞു വിളിച്ച് ഈ സനകാദി മുനികളുടെ കാല് പിടിച്ചിട്ട് പറയും, ഞങ്ങളെ രക്ഷിക്കണം, ശാപമോക്ഷം തരണം എന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് എന്തായാലും മുനിയുടെ വാക്കുകൾ അല്ലെങ്കിൽ മഹർഷിയുടെ ശാപം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പകരം പറഞ്ഞ് നിങ്ങൾക്ക് 3 ജന്മത്തിൽ വിഷ്ണു ഭഗവാൻ വന്നിട്ട് നിങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് മോക്ഷം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ സത്യയുഗത്തിൽ ഒരു സപ്തർഷികളിൽ ഒരാളായിരുന്നു കശ്യപ മഹർഷി. കശ്യപ മഹർഷിയുടെ ഭാര്യമാരുണ്ട്, അദ്ദേഹത്തിന് 13 ഭാര്യമാരെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ഭാര്യമാർ അതിഥിയും ദിതിയുമാണ്. ഈ 13 ഭാര്യമാരും ചേട്ടത്തിയനിത്യമാരാണ്, ദക്ഷ പ്രജാപതിയുടെ മക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിഥി എന്ന് പറയുന്നത് നല്ല സൽസ്വഭാവിയായ ഭാര്യയാണ്. അവർ നല്ല സൽപുത്രന്മാർക്ക് ജന്മം കൊടുത്തു. അതാണ് ദേവന്മാരെന്ന് പറയുന്നത്. സൽപുത്രന്മാരാണ് ദേവന്മാർ. അപ്പം ദിതിക്ക്